അവതാരകനെ CPM നേതാക്കൾ മർദ്ദിച്ചുവെന്ന് പരാതി വരുന്നു. പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ അവതാരകനായിരുന്ന ബിനു കെ സാമിനാണ് മർദ്ദനമേറ്റത്. ഏരിയ സെക്രട്ടറിയാണ് മർദ്ദിച്ചതെന്നാണ് ബിനു കെ സാം പറയുന്നത്. CPM-നകത്തെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സക്കീർ ഹുസൈനും വീണ ജോർജും തമ്മിലുള്ള ഒരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് നിങ്ങളെ ബലിയാടാക്കിയതാണ്. CPM-ൻ്റെ ഒരു പരിപാടിക്ക് കോൺഗ്രസ്സുകാരനായ ബിനു കെ സാമിനെ വിളിച്ച് ഈ പരിപാടി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവർ തമ്മിലുള്ള അവരെ ആക്ഷേപിക്കാൻ വേണ്ടി ആയിരിക്കും എന്നെ വിളിച്ചത്. അത് അങ്ങനെ തോന്നിയത് കൊണ്ടല്ല, ചില വാചകത്തിൽ അവരങ്ങനെ വായിച്ചെടുത്തതാണ്, നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം തത്സമയം ചേരുകയാണ് ടെലഫോണിൽ. രാജു ഇബ്രഹാം, ഗുഡ് മോർണിംഗ്. രാജു, പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന അസ്വാസ്ഥ്യം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അവതാരകനെ തല്ലി എന്നുള്ളത്. അത് ഏരിയ സെക്രട്ടറി കൈവച്ചു എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. ജില്ലാ സെക്രട്ടറി എന്നുള്ളതിൽ താങ്കൾക്ക് ഇതിനോട് പ്രതികരിക്കാൻ എങ്ങനെയാണ് കഴിയുക? അല്ല, അവിടെ മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അവിടെ നഗരസഭ ചതുരത്വത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ബഹുമാനപ്പെട്ട ഈ കാര്യം രാജു ഇബ്രാഹിമിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഹലോ, അദ്ദേഹമായിട്ടുള്ള കോള് മുറിഞ്ഞുപോയി. എന്നാൽ അവതാരകൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചെന്നും അത് ചൂണ്ടിക്കാണിക്കുക മാത്രമേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമാണ് CPM നേതൃത്വം ഇപ്പോൾ വിശദീകരിക്കുന്നത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. അവതാരകൻ അടിയേറ്റു എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് നമുക്ക് മനസ്സിലായത്? ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് ഈ പത്തനംതിട്ടയിലെ ഈ ടൗൺ സ്ക്വയർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഇവിടെ പരിപാടികളൊക്കെ നടന്നത്. ഇതിന് ശേഷം വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നത്. അതായത് ഇതിൻ്റെ ഈ പരിപാടിയുടെ അവതാരകനായ ബിനു കെ സാമിനെ ഇത്തരത്തിൽ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്ന തരത്തിലാണ് ആക്ഷേപം വന്നത്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. നമ്മൾ നേരത്തെ അദ്ദേഹവുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം CPM ഭരിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ CPM-ൻ്റെ പ്രവർത്തകർക്കെതിരെ തന്നെ പരാതി നൽകിയിട്ട് തനിക്ക് പ്രത്യേകിച്ചൊന്നും നീതി ലഭിക്കാൻ പോകുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ താൻ പറഞ്ഞ കാര്യങ്ങൾ CPM പ്രവർത്തകർ തെറ്റായി വ്യാഖ്യാനിച്ചു, ഇതാണ് അവരെ പ്രകോപിപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM പറയുന്നത് ഇത്തരത്തിൽ മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല.